തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രധാന പ്രതി വിഷ്ണുവിനെതിരെ മുൻപും സമാനമായ പരാതികൾ വന്നിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ചതിനാണ് കേസ് ഉള്ളത്. എസ് വിനീഷ് കുമാർ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. വിനീഷ്, ഗുഡ് മോർണിംഗ്. വിനീഷ്, ശരിക്കും ഇയാളെ ഇങ്ങനെ ഒരു സ്ഥിരം കുറ്റവാളിയാണോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇയാളുടെ പേരിൽ നിരവധി കേസുകൾ, അതായത് വിഷ്ണു ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. നമുക്കറിയാം, ഈ ജനുവരി 4-നാണ് കിളിമാനൂരിൽ അപകടമുണ്ടായത്. ഇയാൾ ഓടിച്ചിരുന്ന ഥാർ ഇടിച്ച് ദമ്പതികൾ മരിക്കുകയായിരുന്നു. അംബികയും രഞ്ജിത്തുമാണ് മരിച്ചത്. ഇവർ ആശുപത്രിയിലായിരുന്നു. അംബിക റോഡിലേക്ക് തെറിച്ചു വീഴുകയും അവിടെ ഇയാളുടെ വാഹനത്തിൻ്റെ വീലുകൾ അവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോവുകയും ചെയ്യുകയുണ്ടായത്. അത്രത്തോളം വളരെ ശ്രദ്ധിക്കാതെ ഈ വാഹനം ശ്രദ്ധിക്കാതെ അമിതമായി മദ്യപിച്ച് മദ്യലഹരിയിലായിരുന്ന ആൾ ഈ രണ്ടുപേർ ഇടിച്ചു വീണതുപോലും അറിയാതെ മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്ന് ആളുകൾ ഇവരെ വളഞ്ഞു വെക്കുകയും പോലീസ് എത്തുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണിപ്പോൾ 20 ദിവസത്തിന് ശേഷമാണിപ്പോൾ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണിപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇയാൾ വാഹനം ഓടിക്കുമ്പോൾ ഇതിനകത്ത് 2 ID കാർഡ് ഉണ്ടായിരുന്നു. ഇത് ഒന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും ഒന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഈ അപകടം നടക്കുമ്പോൾ ഇയാൾ തന്നെയായിരുന്നോ വാഹനം ഓടിച്ചിരുന്നത്, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഒപ്പം തന്നെ ഈ വാഹനത്തിൽ മറ്റാരെങ്കിലും 2 പേർ ഈ ID കാർഡ് മറന്നു വെച്ചിരിക്കുന്നത് മറ്റാരെങ്കിലും ആയിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ നീക്കം നടത്തുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമായിട്ടുണ്ട്. കാരണം വിഷ്ണു മാത്രമല്ല മറ്റാരോ 2 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം എന്തായാലും ഉയർന്നിട്ടുണ്ട്. ഇയാളുടെ പേരിൽ സാധാരണ നമുക്കറിയാം, ഇത്തരത്തിൽ കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നിയമമുള്ള നാടാണിത്. പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഈ വിഷ്ണുവിൻ്റെ പേരിൽ ഉണ്ടായിട്ടും അത്തരത്തിലുള്ള യാതൊരു നടപടിയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.